പരിശുദ്ധ ഇസ്ലാം വായനയെ അതിമഹത്തായി നോക്കിക്കാണുന്ന മതമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സ്രഷ്ടാവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വായനകൾ സ്രഷ്ടാവിനെ അറിയാനുള്ളതായിരിക്കണം, അള്ളാഹുവിനെ അറിയാനുള്ളതായിരിക്കണം. വായന കൊണ്ടേ ഒരു മനുഷ്യന് അറിവ് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അറിവുണ്ടെങ്കിലേ ഒരു മനുഷ്യന് വിവേകമുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അറിവുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ അറിവുള്ളവർ തന്നെയാണ് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ ഏറ്റവും ഉയർച്ചയുള്ളത്. അത് വ്യത്യസ്ത മേഖലകളിലാകാം. നന്നായി അറിവുള്ള ഡോക്ടർ, എൻജിനീയർ, അതുപോലെ ഗവൺമെൻറ് സർവീസിലുള്ളവർ, അവർക്കൊക്കെ അവരുടേതായ മേന്മകളുണ്ടാകും, പണ്ഡിതന്മാർക്കുണ്ടാകും. എങ്ങനെയായാലും അറിവുണ്ടായിരിക്കുക, അറിവിനെ സ്വായത്തമാക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളതാണ്. എന്നാൽ എന്തൊക്കെയാണ് വായിക്കേണ്ടത്? കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കാനുള്ളതാണോ? അല്ല. APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരികയാണ്. നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്ത് വായിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയത്, അള്ളാഹുവിനെ അറിയാനുള്ളത് വായിക്കുക, പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങൾ അറിയാനുള്ളത് വായിക്കുക, ഈമാനിനെ കവരുന്നത് വായിക്കാതിരിക്കുക, ബിദഅകളുടെ ആശയങ്ങൾ വായിക്കാതിരിക്കുക, മറ്റു മതഗ്രന്ഥങ്ങൾ നമുക്ക് അടിസ്ഥാന കാഴ്ചപ്പാടുകളും വിവരങ്ങളും ഇല്ലെങ്കിൽ അത് വായിക്കാതിരിക്കുക. അങ്ങനെ വായിക്കുകയാണെങ്കിൽ തന്നെ അതിൽ വരുന്നതായ സംശയങ്ങൾ നിർബന്ധമായും അറിവുള്ളവരോട് കൃത്യസമയത്ത് തന്നെ ചോദിച്ചുകൊണ്ട് തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുന്ന ശീലം നമുക്കുണ്ടായിരിക്കണം. പുതിയ കാലത്ത് ടെക്നോളജി വളർന്നപ്പോൾ നമ്മൾ വായനയെ മറന്നുപോയി. പക്ഷേ വായന അങ്ങനെ മറക്കാനുള്ളതല്ല. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവുണ്ടാകൂ, അറിവിലൂടെ മാത്രമേ നമുക്ക് വിവേകമുണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ കാലത്ത് ഈ വിവേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം വിവേകത്തോടുകൂടി ചിന്തിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകകപ്പ് നടക്കുന്ന സമയമാണ്. ഫുട്ബോളിലും ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കണം. എന്തിനാണ് ലോകത്ത് ഒരു ലോകകപ്പ് നടക്കുന്നത്? ലോകകപ്പിലൂടെ എന്ത് നന്മയാണ് ഈ സമൂഹത്തിന് എന്ന് വെച്ചാൽ ലോകത്തിന് ലഭിക്കുന്നത്? ലോകകപ്പിലൂടെ ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന വർണ്ണവിവേചനത്തെ എതിർക്കുന്നുണ്ടോ? അങ്ങനെ ലോകകപ്പിലൂടെ വർണ്ണവിവേചനം ഇല്ലാതാക്കുകയായിരുന്നെങ്കിൽ സൊമാലിയയിലെ റഫറിയായ ഒമർ അബ്ദുള്ള അർത്താൻ എന്ന് പറയുന്ന റഫറിക്ക് അമേരിക്ക വിസ നിഷേധിക്കുമായിരുന്നില്ല. അമേരിക്കയുടെ എയർപോർട്ടുകളിലെത്തിയ പല ഫുട്ബോൾ കളിക്കാരെയും അങ്ങേ അറ്റത്തോളം ഹീനമായ രൂപത്തിലാണ് പരിശോധന നടത്തിയത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ലോകത്ത് അയിത്തവും നിറത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങളുമെല്ലാം നിലനിൽക്കുന്നു എന്നർത്ഥം. ലോകകപ്പിൽ 48 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിലൂടെ ലോകത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ ഐക്യം വളരുന്നുണ്ടോ? അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരവും ഇല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫലസ്തീനിനെ ആക്രമിക്കുമായിരുന്നില്ല. ഇറാനിനെതിരെ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുകയോ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോകകപ്പൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അതിലൂടെ മനുഷ്യർക്ക് എന്തുപകാരമാണ്, രാജ്യങ്ങൾക്ക് എന്തുപകാരമാണ് എന്ന് ചോദിച്ചാൽ മൗനമായിരിക്കും മറുപടി. എന്നാൽ ലോകകപ്പ് കൊണ്ട് ഉപകാരങ്ങളില്ലേ? ലോകകപ്പ് കൊണ്ട് വലിയ ഉപകാരങ്ങളുണ്ട്. എന്താണ് ലോകകപ്പുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഉപകാരം എന്ന് നോക്കിയാൽ, ലോകകപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 39 ദിവസം നീണ്ടു നിൽക്കുന്ന ആവേശം എന്നതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ രൂപത്തിലുള്ള സാമ്പത്തികമായ കളികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സാമ്പത്തിക ചൂതാട്ടമാണ്, അല്ലെങ്കിൽ ഇതൊരു സാമ്പത്തികമായ പൂരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ലോകകപ്പിൻ്റെ സീസൺ കഴിയുന്നതിലൂടെ കണക്കുകൾ ഇന്ന് അവൈലബിളായ കണക്കുകളിൽ നിന്നെടുത്ത് പരിശോധിച്ചാൽ ഒരു ലോകകപ്പിൻ്റെ സീസൺ കഴിയുന്നതിലൂടെ TV സംപ്രേഷണത്തിലൂടെയും ടിക്കറ്റിലൂടെയും പരസ്യത്തിലൂടെയും ലൈസൻസിലൂടെയൊക്കെ ആയിട്ട് 88,500 കോടി രൂപയാണ് ഫിഫയ്ക്ക് വരുമാനമായി ലഭിക്കുന്നത്. 88,500 കോടി രൂപയാണ്.
ഇതിൽ 48 ടീമുകൾക്ക് ഒരുക്കങ്ങൾക്കായി 600 കോടി രൂപ നൽകുന്നു. 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും ഉൾപ്പെടെ 1-ാം റൗണ്ടിൽ പുറത്തായ ടീമുകൾക്കുൾപ്പെടെ കൊടുക്കുന്ന സമ്മാന തുക എന്ന് പറയുന്നത് ഏകദേശം വരുന്നത് 5450 കോടി രൂപയാണ്. അങ്ങനെ നോക്കിയാൽ ആകെ ചിലവെന്ന് പറയുന്നത് 6050 കോടി രൂപ. അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു ലോകകപ്പ് കഴിയുന്ന സമയത്ത് അവശേഷിക്കുന്ന സംഖ്യ 82,450 കോടി രൂപ. ഇതിൽ അതിൻ്റെ ഒഫീഷ്യൽസിനോടുള്ള സാലറിയും മറ്റ് സ്റ്റേഡിയത്തിൻ്റെ ചിലവുകളും അതുപോലെയുള്ള ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ചിലവുകളൊക്കെ കഴിച്ചാൽ ഒരു വർഷത്തെ 4 വർഷം കൂടി വരുമ്പോൾ വരുന്ന ലോകകപ്പ് തീരുന്ന സമയത്ത് 60,000 കോടിയിലധികം രൂപയാണ് ലാഭമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പിൻ്റെ പിന്നാലെ നടക്കുന്ന ടീമുകൾക്ക് ഇത് നഷ്ടമല്ല, കളിക്കാർക്ക് ഇത് നഷ്ടമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം 1.5 മാസക്കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, വലിയ രൂപത്തിലുള്ള സാമ്പത്തികം അവർക്ക് ലഭിക്കുന്നു. അവരുടെ ജീവിതത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക ഭദ്രത ഇതിൽ നിന്ന് കൈവരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഇതിനു വേണ്ടി എല്ലാ നിലക്കും നമ്മുടെ സമ്പത്ത്, ആരോഗ്യമൊക്കെ ചിലവഴിക്കുന്ന നമ്മുടെ ബെനിഫിറ്റ് എന്താണ് എന്ന് ചിന്തിക്കണം. നമ്മൾ വിവേകമുള്ളവരാണല്ലോ. ഇങ്ങനെ ഒരു കളിപ്രാന്തിൻ്റെ പിന്നാലെ പോകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യം എന്താണ്? തെരുവോരങ്ങളിൽ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും സ്ഥാപിക്കുന്നതിലൂടെ നമുക്കെന്ത് ബെനിഫിറ്റാണ് ലഭിക്കുന്നത്? നമ്മൾ ബേസിക്കലി വിശ്വാസികളാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ കാര്യങ്ങൾ നമുക്ക് 2 ലോകത്തും ഉപകാരമുള്ള കാര്യമാവണം. അങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. കളി കാണുക, കളിയോടൊരു ഇഷ്ടം വരിക എന്നൊക്കെ പറയുന്നത് മനുഷ്യ സഹജം തന്നെയാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അന്ധമായി ഇതിനു വേണ്ടി ഉറക്കമൊഴിക്കുന്നു, സമ്പത്ത് ചെലവഴിക്കുന്നു, അധ്വാനം ചെലവഴിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഇത് ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നുണ്ട്. ആ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണിയത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ എന്നുള്ളതാണ്. സമയത്തെ ഇല്ലാതാക്കുന്ന, സമ്പത്തിനെ ഇല്ലാതാക്കുന്ന ലഗ്വിനെ തൊട്ട് അവർ ശ്രദ്ധാലുക്കളാണ്, അതിനെ തൊട്ട് സൂക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. നമ്മുടെ എത്ര സമ്പത്താണ് ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചത്. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ടീം 400 അടിയുടെ ഫ്ലെക്സ് വെച്ചപ്പോഴേക്ക് തൊട്ടപ്പുറത്ത് 600 അടിയുടെ ഫ്ലെക്സ് വെക്കുകയാണ്. എന്ത് ബെനിഫിറ്റ് കിട്ടി? അവിടെയാണ് അതേ ജില്ലയിൽ തന്നെ മറ്റൊരു ഗ്രാമത്തിലെ ആ നാട്ടിലുള്ള എല്ലാ ടീമിൻ്റെയും ആരാധകർ ചേർന്നുകൊണ്ട് അവർ ഫ്ലെക്സ് വെക്കാനുള്ള ക്യാഷ് സ്വരൂപിക്കുന്നു, 10,000 രൂപ സ്വരൂപിക്കുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള അഗതി അനാഥ മന്ദിരത്തിൽ പോയി അവിടെയുള്ള കുരുന്നുകൾക്ക് പാഠപുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നു, അവിടെയുള്ള കുരുന്നുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, കളിക്കോപ്പുകൾ മേടിച്ചു കൊടുക്കുന്നു. അവരാ കൊടുക്കുന്നതിലൂടെ ആ കുരുന്നുകളുടെ മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. ആ ഒരു പ്രവർത്തനത്തിലൂടെ ആ പ്രിയപ്പെട്ട കുട്ടികൾ, ആ പ്രിയപ്പെട്ട യുവാക്കൾ ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. 2 ലോകത്തും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഏതാഘോഷമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ദുനിയാവിന് മാത്രം ബെനിഫിറ്റ് ഉണ്ടായാൽ പോരാ, ആഖിറത്തിന് കൂടി ബെനിഫിറ്റ് വേണം. അതുകൊണ്ട് നിർബന്ധമായും കളികളിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു വശം കൂടിയുണ്ട്. നമ്മളാരും മടിയന്മാരോ ഒന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കളി കാണുന്നതിന് വേണ്ടി എത്ര രാത്രികളാണ് ഉറക്കമൊഴിക്കുന്നത്. അവിടെയാണ് നമ്മൾ സുബഹി ഖളാക്കരുത് എന്ന് പറയുമ്പോൾ ജോലി തിരക്കാണ്, പഠന തിരക്കാണ് എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന അതേ നമ്മൾ പാതിരാ സമയത്തും പുലരിയുടെ സമയത്തും കളി കാണുന്നതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ആ കളി മുഴുവൻ കാണുന്നു. അതിൻ്റെ എല്ലാ അപ്ഡേഷനുകളും നമ്മൾ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇനി എക്സ്ക്യൂസുകൾ പറയാനുള്ള അവസരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവായി എടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ എഴുന്നേൽക്കുവാനും നമ്മുടെ സമയങ്ങളെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള സമയങ്ങളെ കൂടി ഈ രൂപത്തിലേക്ക് ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമുക്ക് തഹജ്ജുദുകൾ വരണം, നമുക്ക് സുബ്ഹ് അദാ ആയിട്ട് നിസ്കരിക്കണം. അതിനെല്ലാം നമുക്ക് സാധ്യമാണ്, നമ്മൾ വിചാരിച്ചാൽ സാധ്യമാണ് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഫുട്ബോളിൻ്റെ സമയ ക്രമീകരണങ്ങൾ എന്നത് ഒരു പോസിറ്റീവ് സൈഡായി എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ കാര്യമുള്ളതിലേക്ക് കൂടുതലായിട്ട് അടുക്കുക.
കാര്യമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുക, കാര്യമുള്ള വിഷയങ്ങളിലേക്ക് നന്നായി അടുത്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണം. പരിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധമായ മുഹറം മാസത്തിലെ അതിപവിത്രമായ 10 ദിനങ്ങൾ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, ആ 10 ദിനങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ. നമ്മുടെ നാട്ടിൽ താസുആ, ആശുറാ എന്നിങ്ങനെ 2 രൂപത്തിലുള്ള ദിവസങ്ങളാണ്. എന്താണ് ആശുറാ ദിവസം എന്ന് പറഞ്ഞാൽ, എന്താണ് താസുആ ദിവസം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ആ ദിവസങ്ങൾ? ആ ദിവസങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാണ്. ഫർളായി നിസ്കരിക്കുക, ഫർളായി നോമ്പനുഷ്ഠിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബേസിക് ക്വാളിറ്റി നിലനിർത്തി കൊണ്ടുപോകാനാ, സ്വർഗം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത് സുന്നത്തായ കർമ്മങ്ങളെ അധികരിക്കലാണ്. എന്ന് വെച്ചാൽ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമാക്കി തന്നിട്ടുള്ള അതിമഹത്തരമായ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ കാര്യങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്ന ആശുറാ ദിവസത്തെ ആ രൂപത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്താണ് ആശുറാ എന്ന് പറഞ്ഞാൽ? എന്താണ് ആശുറാ ദിവസത്തിന്റെ പ്രത്യേകതകൾ? ആശുറാ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹിനെയും ഖലമിനെയും അർശിനെയും കുർസിയിനെയും ആകാശങ്ങളെയും ഭൂമികളെയും സമുദ്രങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ച ദിവസമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ദിവസമാണ്. എല്ലാ മലക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ദിവസമാണ്. ആദം നബിക്ക് സ്വർഗ്ഗത്തിൽ ഇടം കൊടുത്ത ദിവസമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രളയത്തിൽ നിന്ന് അല്ലാഹു രക്ഷിച്ച ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ദിവസമാണ്. നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് അഭയം നൽകിയ ദിവസമാണ്. മൂസാ നബിക്ക് തൗറാത്ത് ലഭിച്ച ദിവസമാണ്. ഫിർഔനിനെ നൈൽ നദിയിൽ മുക്കിക്കൊന്ന ദിവസമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ചു കൊടുത്ത ദിവസമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കൊടുത്ത ദിവസമാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് മോചിപ്പിച്ച ദിവസമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വീണ ദിവസമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആകാശ ലോകത്തേക്ക് അല്ലാഹു ഉയർത്തി വെച്ച ദിവസമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അധികാരങ്ങൾ നൽകിയ ദിവസമാണ്. ആദ്യമായി ഭൂമിയിലേക്ക് മഴ വർഷിച്ച ദിവസമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം ഭൂമിയിലേക്ക് പതിച്ച ദിവസമാണ് ആശൂറാന്റെ ദിവസങ്ങൾ. ഇങ്ങനെ അനേകം പവിത്രതകൾ അടങ്ങിയിട്ടുള്ള ദിവസമാണ്. ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ എന്താണ്? ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ എന്താണ്? വസും ഫഹാദാ യൗമു ആശൂറല്ലദീ മാസാല ബിത്തഖ്വാ ശദാഹു ഫായിഹാ യൗമുൻ ശരീഫുൻ ഖസ്സനല്ലാഹു ബിഹി يا فوز من قدم فيه صالحا وصم فهذا يوم عاشور الذي പവിത്രമായ ആശൂറാന്റെ ദിവസത്തിൽ നീ നോമ്പനുഷ്ഠിക്കണേ. മാസാല ബിത്തഖ്വാ ശദാഹു ഫായിഹാ, തഖ്വയുടെ പരിമളം നടിച്ചു വീശുന്ന ദിവസമാണ് ആശൂറാന്റെ ദിവസം. അനേകം അനുഗ്രഹങ്ങളുടെ കഥ പറയുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ നീ നോമ്പനുഷ്ഠിക്കണേ. യൗമുൻ ശരീഫുൻ ഖസ്സനല്ലാഹു ബിഹി, അല്ലാഹു നമുക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ദിവസമാണ്. യാ ഫൗസ മൻ ഖദ്ദമ ഫീഹി സ്വാലിഹാ,
അതുകൊണ്ട് ആശൂറ ദിവസത്തിൽ ആരാണോ നന്മ ചെയ്യുന്നവനും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ ആരാണോ ചെയ്യുന്നവനും അവനാണ് വിജയി എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആശൂറയിന്റെ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ആശൂറയിന്റെ രാത്രി സജീവമാക്കിയവനും അതുപോലെ ആശൂറയിന്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ച മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് വലം യദിരി ബിൽ മൗത്ത്, അവന് മരണത്തിന്റെ വേദന അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രാത്രി പവിത്രതയാണ്, ആ പകല് പവിത്രമാണ്. ആ രാത്രിയെയും പകലിനെയും നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണേ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് വരാനിരിക്കുന്ന വ്യാഴവും വെള്ളിയും നിർബന്ധം എന്ന പോലെ നമ്മൾ നോമ്പനുഷ്ഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ച ദിവസമാണല്ലോ പരിശുദ്ധമായ ദിവസം. ആ ദിവസത്തിൽ ഏറ്റവും ഉത്തമമായത് നോമ്പനുഷ്ഠിക്കുക, അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ ദിവസത്തിൽ ആചാരങ്ങൾ കൊണ്ടുവരാം, അനാചാരങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. പുതിയ കാലത്ത് നടക്കുന്ന ചില പ്രവണതകളാണ്. ആശുറ ദിവസത്തിലാണ് മഹാനായ സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുന്നത്, അഥവാ കർബല നടക്കുന്നത് മുഹറം 10-നാണ്. കർബല നടക്കുന്നത് മുഹറം 10-നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ കാണാൻ കഴിയാത്ത രൂപത്തിൽ മൃഗീയമായി കൊല ചെയ്തത് മുഹറം 10-ന് തന്നെയാണ് എന്ന് കരുതി ആ ദിവസത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗമാണ് എന്ന് മനസ്സിലാക്കി ദുഃഖാചരണം നടത്തേണ്ട ദിവസമല്ല. ആ ദിവസത്തിൽ യാ ഹുസൈൻ യാ അലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസുകളിലോ നമ്മുടെ വാട്സാപ്പുകളിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലോ ദുഃഖാചരണം നടത്തേണ്ട ദിവസമല്ല. അതൊരു പുതിയ ആശയമാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഷിയാക്കൾ നടത്തുന്ന ഒരു ആശയമാണ്. ആ ഒരു രീതി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചേർന്നതല്ല. മഹത്തുക്കളായ ആളുകൾ വിയോഗം നടന്നാൽ, അവരുടെ മരണം നടന്നാൽ ആ ദിവസത്തെ അവർ സ്മരിക്കൽ നല്ലത് തന്നെയാണ്. അവരുടെ സൽക്കർമ്മങ്ങൾ പറയുക, അവരുടെ പേരിൽ മൗലിദ് നടത്താം, ഖുർആൻ ഓതാം, ഭക്ഷണം ഓതാം. എന്നാൽ അത് ഒരു ആചാരമായി അനുഷ്ഠിക്കുന്ന രീതി ഇസ്ലാമിലില്ല. ഹിജ്റ 795 വഫാത്തായ ഹാഫിള് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൻ്റെ പേരിൽ റാഫിളികൾ എന്ന് വെച്ചാൽ ഈ കാലത്തെ ഷിയാക്കൾ നടത്തുന്നത് പോലെയുള്ള ആശുറയിൻ്റെ ദിവസത്തിലെ പ്രത്യേകമായി വിലാപ ദിനമായി ആചരിക്കുന്നത് ഇഹലോക പരാജയത്തിൻ്റെ കാരണമായി തീരും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അത് ചെയ്യുന്ന സമയത്ത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നും. എന്താണ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലേ, അവരെ സ്മരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ മഹാനവറുകൾ പറയുന്നത് അമ്പിയാക്കളുടെ വഫാത്തിന്റെ ദിവസം അങ്ങനെ ആചരിക്കുന്ന രീതി ഇസ്ലാമിലില്ല. അങ്ങനെ അള്ളാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. പക്ഷേ നമ്മൾ ആചരിക്കുന്നത് ജന്മദിനമാണ് എന്ന് വെച്ചാൽ വഫാത്തിന്റെ ദിനമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ മഹത്തുക്കളുടെ വഫാത്ത് ദിനത്തെ ആചരിക്കുന്ന രീതി ഇസ്ലാമിലില്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. എന്ന് മാത്രമല്ല, അന്നേ ദിവസം ഷിയാക്കൾ ചെയ്യുന്നത് പോലെ കറുത്ത വസ്ത്രധാരണം നടത്തുക, അന്നേ ദിവസം പ്രത്യേകമായ ചില കാര്യങ്ങൾ കൊണ്ടുവരിക, ഇതൊക്കെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ശാപത്തിന് കാരണമാകുമെന്നും അത്തരം ആചാരങ്ങൾ നടത്തുന്നവരുടെ മരണസമയം മോശപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അല്ലാമ അബ്ദുറഹ്മാൻ ബഅലവി അവിടുത്തെ ബിഗിയത്തുൽ മുസ്തർഷിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക, അന്ന് നോമ്പനുഷ്ഠിക്കുക, അള്ളാഹുലേക്ക് അടുക്കേണ്ട കാര്യങ്ങൾ വളരെ സുന്ദരമായി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തുന്ന സമയം അന്നേ ദിവസം ജൂതന്മാരെ ആശുറ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നു. തൊബറാനി ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ ബാലു ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സമയത്ത് സ്വഹാബത്ത് കൊടുക്കുന്ന മറുപടി, യൗമുൻ അൻജല്ലാഹു ഫീഹി മൂസ വഅഗ്റഖ ബനി ഇസ്രായീൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സംരക്ഷണം കൊടുത്ത ദിവസമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് മൂസാ നബിയുടെ ആ ഒരു സമുദായത്തിൽ ജീവിച്ചവരുടെ പിന്മുറക്കാരാണല്ലോ.
ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല അഭയം കൊടുത്ത ദിവസമാണ്. ഫിർഔനിനെ സമുദ്രത്തിൽ മുക്കിക്കൊണ്ട് കൊല ചെയ്യപ്പെട്ട ദിവസമാണ്. അതിനെ ബഹുമാനിച്ചുകൊണ്ട് അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഫനഹ്നു അഹഖു ബിമൂസ, നമ്മളാണ് മൂസാ നബിയോട് ഏറ്റവും അടുത്തവർ, അതുകൊണ്ട് അന്നേ ദിവസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു, സഹാബത്തിനോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറയുന്നുണ്ട്, ഹീന സ്വാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശുറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശുറാ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നു. അന്നേരം സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസ്വാറ, ഈ ദിവസം ജൂതന്മാരും നസ്രാനികളും ഒക്കെ അവർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംന അൽ യൗമ താസിഅ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അടുത്ത വർഷം മുഹറം 9 വരുന്നതിന് മുമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി. എന്ന് വെച്ചാൽ മുഹറം 9 നോമ്പനുഷ്ഠിക്കണം, 10 നോമ്പനുഷ്ഠിക്കണം എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉമ്മിൽ പഠിപ്പിക്കുന്നു, ഒരാൾ മുഹറം 9 നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല, 10 നോമ്പനുഷ്ഠിച്ചു, അങ്ങനെയാണെങ്കിൽ 11 കൂടി നോമ്പനുഷ്ഠിക്കൽ അവന് സുന്നത്തുണ്ട് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 9, 10, 11 നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നും ഷാഫി ഇമാം അവിടുത്തെ കിതാബുൽ ഉമ്മിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഹറം 9 നോമ്പനുഷ്ഠിക്കുക, മുഹറം 10 നോമ്പനുഷ്ഠിക്കുക, അതൊരു ചര്യയായി നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. ആശുറാ ദിവസത്തിൻ്റെയും താസുആ ദിവസത്തിൻ്റെയും നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൻ യുകഫിറ സനത്തല്ലതി ഖബ്ലഹു, അവൻ്റെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കാനുള്ള കാരണമാണ് എന്നുള്ളതാണ്. ചെറുദോഷങ്ങൾ പൊറുത്താലുള്ള ഗുണം എന്താണ്? നമ്മുടെ ചെറുദോഷങ്ങളെല്ലാം പുറത്താലുള്ള ഗുണം എന്താണ്? നമ്മുടെ കണ്ണിന് തെളിച്ചം വരും, നമ്മുടെ ഹൃദയത്തിന് തെളിച്ചം വരും, നാവിന് തെളിച്ചം വരും. അങ്ങനെ വന്നാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനുള്ള കവാടങ്ങൾ നമ്മളറിയാതെ നമ്മുടെ മുന്നിൽ തുറക്കും. അള്ളാഹുവിലേക്ക് അടുക്കണോ, നമ്മുടെ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കണം. അത് പൊറുക്കാനുള്ള വഴികളാണ് സുന്നത്തായ നോമ്പുകളും സുന്നത്തായ നിസ്കാരങ്ങളും. അതുകൊണ്ട് ആശുറാ ദിവസത്തെ വളരെ പ്രത്യേകമായി കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ദിവസത്തിൽ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അമലാണ് കുടുംബത്തിന് വിശാലത ചെയ്യണം. അന്ന് മുഹറം 10 കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുക്കണം. എല്ലാ ദിവസവും ഇല്ലാത്തതിനേക്കാൾ നല്ല ഭക്ഷണം കൊടുക്കണം. ഇനി അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ കുടുംബാംഗങ്ങളോട് മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളതാണ്. അന്ന് കുറച്ചുകൂടി നല്ല രൂപത്തിൽ പെരുമാറുക. അന്ന് നമ്മുടെ വർക്ക് പ്രഷറും നമ്മുടെ ബാക്കി ബുദ്ധിമുട്ടൊന്നും വീട്ടിൽ കാണിക്കേണ്ട ദിവസമല്ല. അന്ന് വളരെ സൗമ്യമാകണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴവും വെള്ളിയും നമുക്ക് നോമ്പുണ്ടാകണം. അടുത്ത വെള്ളിയാഴ്ച നോമ്പുകാരായ പള്ളിയിലേക്ക് വരണം. പുതിയ കാലത്തിലൊക്കെ മറന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലം വിവേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ, നമ്മുടെ കുട്ടികൾ, നോമ്പനുഷ്ഠിക്കാൻ പ്രായമായ നമ്മുടെ കുട്ടികൾ, നമ്മുടെ പരിചയത്തിലുള്ളവർ എല്ലാവരും വന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്നിട്ട് അതിൻ്റെ രാത്രിയിൽ നന്നായി ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മേടിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.